ഹലോ അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബർക്കാത്തുഹു. വെൽക്കം ബാക്ക് ടു ഷിർബീസ് ടൈം പാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷിക്കണമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഓരോ ദിവസത്തെയും നമ്മുടെ വിജയം അടുക്കളയിലെ ചെറിയ രുചികളിലും അലക്കി ഉണർത്തുന്ന തുണികളുടെ ആശ്വാസത്തിലും വീടിന്റെ താളത്തിലുമുള്ള നമ്മുടെ പ്രയത്നമാണ് എൻ്റെ ഈ ദിവസത്തെ യാത്ര. നമുക്ക് ഒരുമിച്ച് കാണാം. ലെറ്റ്സ് ഗോ. ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് വ്യാഴാഴ്ച 4 മണി മുതൽ വെള്ളിയാഴ്ച ഒരു 10 മണിയുള്ള കാര്യങ്ങളായിട്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് ഇന്നെ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ ആദ്യത്തെ ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇങ്ങനെ വ്യാഴാഴ്ച എന്താണ് ഈവനിങ് സ്നാക്സ് ആയിട്ട് മക്കൾ സ്കൂളിൽ തരുമ്പോൾ എന്താണ് ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കുക എന്നുള്ള ഇതിലാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈവനിങ് സ്നാക്സ് പിന്നെ ഒരു മൈദദോശ ഉണ്ടാക്കുന്നതും പിന്നെ അങ്ങനെ 4 മണിക്ക് അങ്ങനെ ഉണ്ടാക്കണ്ട ഈവനിങ് സ്നാക്സ് ആയിട്ട് മൈദദോശ ഉണ്ടാക്കുന്നതോ പിറ്റേന്ന് പിന്നെ റവ ഉണ്ടാക്കുന്നതോ പിന്നെ ജീരകക്കഞ്ഞി ഉലുവ കഞ്ഞി എന്നൊക്കെ പറയില്ല, അതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെയാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. പിന്നെ വീഡിയോ നിങ്ങൾ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണട്ടെ, കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത്. ഏതായാലും ഞാൻ മൈദദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ മൈദയ്ക്ക് എന്തൊക്കെ ചേർത്ത് കൊടുത്തു, പാകത്തിന് വെള്ളവും ഒരു ഒരു ഗ്ലാസ് അളവിൽ ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തി കൊടുത്തിട്ട് പാകത്തിന് ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നന്നാക്കി ബീറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. ഇങ്ങനെ ചട്ടിയിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കാട്ട് ഇങ്ങനെ ഓരോന്ന് ദോശയായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കട്ടെ. പിന്നെ എനിക്ക് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ സമൂഹത്തിൽ നേരിടുന്ന 2 പ്രധാന വെല്ലുവിളികളെ കുറിച്ചാണ്. നല്ല കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ ഉണ്ടാകുന്ന വിമർശനങ്ങളെ എങ്ങനെ നേരിടുന്നു, 2 അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാവ് എങ്ങനെ നിയന്ത്രിക്കുന്നു, ഈ 2 കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്കുണ്ടായ അനുഭവത്തെ കൂടെ തന്നെ പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ നല്ല കാര്യങ്ങൾ പങ്കുവെച്ചപ്പോൾ എനിക്ക് അതും ഇതൊക്കെ ഓരോരോ പേരൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചാണ്. ഇപ്പൊ നല്ല കാര്യങ്ങൾ പങ്കുവെക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഇസ്ലാമിനെ കുറിച്ച് ആയപ്പോഴാണ്, ഇസ്ലാമിക കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതും ഇതൊക്കെ കേൾക്കാൻ തുടങ്ങി. അല്ലാത്തപ്പോ അപ്പൊ അങ്ങനെ അങ്ങനെ പോയാൽ മതിയല്ല. ഉഷാറായിട്ട് എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ടായിരുന്നു. ഏതായാലും അതവിടെ നിൽക്കട്ടെ. അപ്പോഴേക്കും ഞാൻ ഇത് പിറ്റേന്ന് സുബഹിക്ക് കേട്ടോ 5 മണിക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ വീഡിയോയിൽ. അപ്പൊ ഞാൻ റവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവാള എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്. അപ്പൊ 2 പച്ചമുളക് മുഴുവനായിട്ട് ഇട്ടില്ല, ഒരു പകുതി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 1.5 മുറി പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിലേക്ക് ഞാൻ കടുകിട്ടിട്ട് പൊട്ടിക്കട്ടോ. പിന്നെ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചെടുത്തിട്ട് നമുക്ക് നമ്മളെ റവ ഉണ്ടാക്കി കൊടുക്കട്ടോ. കറിവേപ്പിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്തി കൊടുക്കാം, മല്ലിയിലേക്ക് വേണമെങ്കിൽ അതും ചേർത്തി കൊടുക്കാം. ചട്ടിയിൽ നിന്ന് തന്നെ കുറച്ചും കൂടി വെള്ളം വലിഞ്ഞു പോകാൻ തുടങ്ങിയിട്ട്. അപ്പൊ ആ വലിഞ്ഞു പോകാനുള്ള ക്ഷമ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ വെളിച്ചെണ്ണ വെച്ചാലും ഇങ്ങനെ പൊരിപൊരി ഇങ്ങനെ അവനൊടുങ്ങിട്ട് അങ്ങനെ തെറിക്കൽ തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പിന്നെ കുറച്ച് മൂച്ചൊക്കെ നിൽക്കണ്ടേ. അപ്പൊ ഞാൻ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പാകത്തിന് ഇങ്ങനെ വെള്ളം ഇട്ടെടുക്കട്ടോ. വെള്ളം ഇട്ടെടുത്തിട്ടില്ല, ഒഴിച്ചെടുക്കാനായിട്ടില്ല. അപ്പൊ ചൂടായ എണ്ണയിലേക്ക് കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, സവാള ചേർത്തി കൊടുത്തു. പിന്നെ പച്ചമുളക് കറിവേപ്പിലൊക്കെ ചേർത്തി കൊടുത്തിട്ടുണ്ടാവും. ഇനി എന്ത് ചെയ്യുക, പാകത്തിന് വെള്ളം അങ്ങനെ. ഇപ്പൊ ഞാൻ കുറേശ്ശെ ഇങ്ങനെ വെള്ളം ഒഴിച്ചെടുക്കുന്നത്. അപ്പൊ നമുക്കിത് പൊടി ആയിട്ടാണ് കിട്ടണം. ഈ കട്ട കുത്തിയെടുക്കാതെ നമുക്ക് പൊടി ആയിട്ടുള്ള ആ ലെവലിൽ കിട്ടണം. ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ വെള്ളം ഒഴിച്ചെടുക്കട്ടോ, അല്ലെങ്കിൽ മുഴുവനായിട്ട് ഒഴിച്ചെടുത്താൽ. ഏതായാലും നല്ല കാര്യം പറയട്ടോ. അങ്ങനെ നല്ല കാര്യങ്ങൾ ഇസ്ലാമിനെ കുറിച്ചും അല്ലാതെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഓരോ 2 ചാനലിൽ തന്നെ ഓരോ ചാനലിലേക്ക് അനുസരിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം ഇതിനും ഞാൻ അതിനനുസരിച്ച് ഞാൻ പറയുന്നുണ്ട്, അല്ലാത്തതും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് പിന്നെ ഞാൻ ആരോഗ്യപരമായിട്ടുള്ളതായിരുന്നെങ്കിലും അങ്ങനത്തെ നല്ല കാര്യങ്ങളായിട്ട് ആരോഗ്യം ഡോക്ടർമാരെ കിട്ടിയിട്ടില്ല വിവരം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ആരോഗ്യത്തിൻ്റെതൊക്കെ അല്ലാത്തത് പിന്നെ ഇസ്ലാമിൻ്റെതായിട്ടുള്ളതൊക്കെ ആകുമ്പോൾ എനിക്ക് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കമന്റുകൾ ഇവിടെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. അങ്ങനെ നല്ല കാര്യങ്ങൾ പറയണമെങ്കിൽ, ഇസ്ലാമിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയണമെങ്കിൽ ഏതായാലും ഞാൻ
അപ്പൊ ദാ വെള്ളത്തിക്ക് ചൂടായ വെള്ളത്തിക്ക് ഞാൻ കുറച്ച് റവ ഇവിടെ ഒരു ഗ്ലാസ് റവ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നന്നാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്കിത് കണ്ട് വേവിച്ചെടുക്കട്ടോ. വെള്ളം പാകാണെന്ന് വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് ദിവസം ഇങ്ങനെ ഒഴിച്ചെടുക്കാം. അപ്പൊ കുറച്ച് ബർക്കത്തിന് ഞാനിവിടെ ബർക്കത്തിന് വേണ്ടി കുറച്ച് റവ വാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വർക്കത്ത് വേണമല്ലോ, വീട്ടിൽ വർക്കത്ത് വേണം. അപ്പം നിരിച്ചില്ല തങ്ങൾക്കൊക്കെ നല്ല വർക്കത്തുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഇങ്ങനെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നൊക്കെ കിട്ടിയിട്ടുള്ള അറിവ് എന്താണ് നെയ്യിന്റെ ഏതൊരു നെയ്യ് അത്ഭുത പെരഞ്ഞെന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പൊ ആ നെയ്യിൽ കുറച്ചിങ്ങനെ ബാക്കിയുണ്ടാകുമ്പോൾ കുറെ കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓരോരോ ഇതിങ്ങനെ വായിച്ച് മനസ്സിലാക്കി കിട്ടിയതാട്ടോ, ഓരോ ചരിത്രം മനസ്സിലാക്കി വരാം. അപ്പൊ അതാ ചായയിൽ ഞാൻ മധുരം ഇട്ടിട്ടില്ലെങ്കിൽ അപ്പം മധുരം ഇട്ടിട്ട് മധുരമൊക്കെ പാകത്തിന് ചേർത്തി കൂട്ടിട്ട് ഞാൻ ഇത് പിന്നെ നമുക്ക് മദ്രസക്ക് പോകാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കട്ടെ. അപ്പൊ എല്ലാവർക്കും തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് ചായക്കടിയൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ അടുത്തതായിട്ട് ജീരക കഞ്ഞി ഉണ്ടാക്കണം. ഉലുവയും ജീരക നല്ല ജീരക ചേർത്തിട്ട് ഒരു കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം. ചെറിയൊരു ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് കുറച്ച് ചെറിയരി ഒരു 1.5 ഗ്ലാസ് പോലും നമുക്ക് ചെറിയരി ഇവിടെ ബാക്കിണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ നന്നാക്കി കേക്ക് എടുത്തതിന് ശേഷം ഈ ഒരു പോട്ടിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്തിട്ട് കുറച്ച് ചെറുപയറും ഉലുവിയൊക്കെ ചേർത്തി കൊടുത്തിട്ട് ഇത് ഞാൻ വറക്കെടുപ്പ് കൊണ്ടുവരുന്നുണ്ട്. വെക്കട്ടെ. അപ്പം അത് കടന്ന് വെന്തോളൂ. പിന്നെ ചോറ് ആക്കണം, സ്കൂളിലേക്കല്ല ചോറ് ആക്കണം, നമുക്ക് കഴിക്കാല ഉച്ചക്കില്ല ലഞ്ച് ആക്കി കൊടുക്കണം. അപ്പൊ അതാണ് കാരണം അങ്ങനെയാണ് വെന്ത് കിട്ടിക്കോളാം. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നുമില്ല. അപ്പൊ ഇന്ന് എല്ലാവർക്കും ഈ കഞ്ഞി തന്നെ മതി. പിന്നെ കുറച്ച് പാകത്തിന് റവയൊക്കെ എല്ലാവരും കഴിച്ചല്ല. അപ്പൊ ജിതുമോനാണ് എനിക്ക് ഭയങ്കര ക്ഷീണവും എന്തൊക്കെ വയറുവേദനയൊക്കെ ആയിട്ട് ഞാൻ അവനെടുത്ത് കൊണ്ടുവന്ന് പുറത്തു കൂടെ വന്ന് ഇവിടെ ഒന്ന് റൗണ്ട് ചെയ്യട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെ മെല്ലെ നടന്നു പോകട്ടെ. ഭയങ്കര കരച്ചിലും ഇതൊക്കെ ആയിട്ട് എനിക്ക് അവന് ഒന്നിനും അയക്കണില്ല. ഒരു 7 വട്ടം നമുക്ക് റൗണ്ട് ചെയ്യില്ലേ, പക്ഷെ ഞാൻ 7 വട്ടം റൗണ്ട് ചെയ്യില്ല കേട്ടോ. എന്താ അത് തോഫ് ചെയ്യേ. അപ്പൊ ഞാൻ ചെയ്യില്ല കേട്ടോ. ഞാനൊരു തമാശക്ക് വേണ്ടി പറഞ്ഞുള്ളൂ. എന്താ ഒരു 1-2 റൗണ്ട് ചെയ്താൽ എനിക്ക് സമയമല്ല. അപ്പോഴേക്കും നിങ്ങൾ വരുമ്പോഴേക്കും എന്താ മദ്രസ ഇട്ട് വരുമ്പോഴേക്കും സ്കൂൾക്കില്ല ചോറും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പൊ അത് അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നിങ്ങനെ പോകണ്ട. അപ്പൊ ഇങ്ങനെ ഏകദേശം ഒരു നടത്തുവാകും, അത്രയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഒന്ന് ഉഷാറ് കിട്ടുകയും ചെയ്തോളൂ അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് കേട്ടോ. എന്നാലും വലിയ ഉഷാറൊന്നുമില്ല. ഏതായാലും തീരെ സുഖമല്ല, വയറുവേദനയും പിന്നെ എന്തൊക്കെ ക്ഷീണമൊക്കെ ആയതുകൊണ്ട് വലിയൊരു ഇതില്ല. പിന്നെ നമുക്കും തന്നെ പണിയെടുക്കാനും ഒരു ഇതില്ല കേട്ടോ. കുട്ടികൾക്ക് സുഖമില്ലാതിരുന്നാൽ പിന്നെ അതിനൊരു ഉഷാറുണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ എനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാല്, നല്ല കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചാട്ടെ എന്തും ആവട്ടെ, നല്ല കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അതിന് ബിരുദങ്ങളുടെ ആവശ്യമില്ല. അതിന് വലിയ ബിരുദോ ഡിഗ്രിയോ ഒന്നും നേടിയെടുക്കേണ്ട ആവശ്യമില്ല. അവനാൻ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ വാഷിംഗ് മെഷീനിൽ പിന്നെ അലക്ക് കല്ലുമേല് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഡ്രസ്സുകൾ, കുട്ടികളുടെ ഡ്രസ്സ് യൂണിഫോമും കാര്യങ്ങളും ഇതിന്റെ കുറച്ച് ഡ്രസ്സുകളും ഒക്കെയാണ് മെഷീനിൽ ഉണക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കൊണ്ടുപോയി തോരക്കിടണം. അപ്പം ഇത് കാറ്റ് കൊണ്ട് ഇങ്ങനെ ഉണങ്ങിക്കോളും. അപ്പൊ ഇനി അടുത്തതാണ്. അപ്പൊ അതങ്ങനെ തോരക്കിടട്ടെ. അപ്പോൾ ഞാൻ ഇനി എന്തിനാ പുറത്തേക്ക് പോകുന്നത്, ഇനി പിന്നെ പുറത്തേക്കത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ശ്രദ്ധിക്കണം. ഇനി അകത്ത് പിന്നെ ഇനിയിപ്പം ദോശ ഒന്നും ചുട്ടെടുക്കാല്ലാത്തതുകൊണ്ട് പിന്നെ അയിമക്ക് തിരിഞ്ഞു നോക്കണ്ടല്ലോ. അടുത്ത കാര്യങ്ങളാകുമ്പോൾ കഞ്ഞാകുമ്പോൾ അവിടെ കടന്ന് ഇങ്ങനെ ബന്ധുളും ഇങ്ങനെ അതിന്റെ പിറക്കെ പോകുന്നു വേണ്ട. അപ്പൊ അത് സാധാരണ നിങ്ങൾക്ക് എനിക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് മറ്റൊരാൾക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അതാണ് എന്റെ ലക്ഷ്യം. അത് വിചാരിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ വീഡിയോ ചെയ്തത്. അപ്പൊ ആൾക്കാർക്ക് നമ്മളൊരു ചാനൽ തുടങ്ങിയാൽ അത് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാവണല്ലോ. വെറുതെ ഇങ്ങനെ ചാനൽ ഉണ്ടായിട്ട് നമ്മളെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ കേൾക്കാൻ വലിയ ആഗ്രഹമൊന്നും ആർക്കും ഉണ്ടാവില്ല. അവനാന് ആവശ്യമുള്ള കാര്യങ്ങൾ അവനാൻ എടുക്കന്നെ ചെയ്യുള്ളൂ. അപ്പൊ എടുത്ത് അങ്ങനെ നടന്നു പോകുന്നതിന്റെ ഇടയിൽ ജിതുമോന് ചെമ്പരത്തി പൂ കണ്ടിട്ട് അപ്പൊ അത് അവന് പറിച്ച് കൊടുക്കണം. അപ്പൊ അവനുണ്ട് ഞാൻ അവനെടുത്ത് കണ്ടിട്ട് നടക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് പറിക്കണ്ട. അപ്പൊ ഇവിടെ ഒരാള് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ഒക്കെ വരലുണ്ട് അങ്ങനെ പൂ പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ കണ്ടുകൊണ്ടാണ് അവനിങ്ങനെ പറിക്കണം കേട്ടോ. അയാള് വരുന്നത് അമ്പലത്തിലെ പൂവിന് വേണ്ടിട്ടാ. അമ്പലത്തിൽ എന്തോ കാര്യപ്പെട്ടിട്ടുള്ള ആളാ. അപ്പൊ ഇവിടെ അമ്പലത്തില് ആവശ്യങ്ങൾക്ക് ഇങ്ങനെ അവരെ കുറിച്ച് കൂടുതൽ അറിയില്ല. ആൾക്ക് പൂജക്കോ എന്തൊക്കെ ചെമ്പരത്തിയോ അങ്ങനത്തെ ഓരോ ആവശ്യങ്ങൾ നമുക്ക് അത്തരം കാര്യങ്ങൾ കൂടുതൽ അറിയില്ല. അതുകൊണ്ട് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഏതായാലും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഒന്ന് ഇങ്ങനെ എന്തെങ്കിലും പൂ പറിച്ചൊക്കെ പോവാറുണ്ട്. അത്രയൊക്കെ തന്നെ ഇത് കണ്ടുകൊണ്ട് ഇവന് ഒരു കീസായിട്ട് പോകും. പിന്നെ അതിങ്ങനെ പൂവൊക്കെ നിറച്ചെടുക്കട്ടോ. പിന്നെ ആ പൂ എടുത്തുകൊണ്ട് ഞങ്ങൾ ചെമ്പരത്തിന്റെ താളിയിട്ടൊക്കെ ഉപയോഗിക്കും. പിന്നൊക്കെ ഞാൻ മിക്സിയിലിട്ട് അരച്ചുകൊണ്ട് താളിയിട്ട് ഉപയോഗിച്ചെടുക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ്. എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല് യൂട്യൂബർ ആകട്ടെ ആരും ആകട്ടെ നമ്മൾ എവിടെ ആവട്ടെ, അപ്പൊ വിമർശനം കാരണം നിങ്ങളുടെ നല്ല ശ്രമങ്ങൾ നിർത്തരുത്. നിങ്ങൾ പങ്കുവെച്ച അറിവ്
ഒരാൾക്കെങ്കിലും എന്താ പ്രയോജനപ്പെട്ടാൽ നിങ്ങളുടെ ശ്രമം വിജയിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ നിർത്തണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഇനി പ്രത്യേകിച്ച് യൂട്യൂബ് ചാനൽ ആണെങ്കിലും ശരി, അത് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തുന്നത് പാതി വഴി വെച്ച് നിർത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. എപ്പോഴെങ്കിലും വിജയിക്കുമ്പോൾ വിജയിക്കട്ടെ, അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പം ഞാനിത് ആരും സപ്പോർട്ട് ചെയ്ത് പറയല്ല. ചിലവർക്ക് ഇത് വീട്ടിൽ ഇഷ്ടം ഉണ്ടായില്ല എന്ന് വരും, ചിലവർക്ക് ഇഷ്ടം ഉണ്ടായിന്ന് വരും. അപ്പൊ ഇഷ്ടമല്ലോല് എടുത്താൽ മതി. ഇങ്ങനെ ഒരു കുടുംബകലഹം ഉണ്ടാക്കുന്ന ഒരു പരിപാടിക്ക് പോകും വേണ്ട. അപ്പൊ അതൊക്കെ അതൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് പരിഹരിക്കാൻ കഴിയെങ്കിൽ ഇങ്ങനത്തെ ഇത് നിർത്താതിരിക്കുക. ചിലത് വീട്ടുകാർക്ക് പറ്റൂല, അങ്ങനെയൊക്കെ ഉണ്ട് ഇതിന് ഓരോരോ ശ്രമങ്ങൾ. അപ്പൊ ഇതിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇതിന് ഇറങ്ങിത്തിരിക്കാൻ. ഞാന് എല്ലാവരും ഒന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ അത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർത്താതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധി. നമുക്ക് എന്തെങ്കിലും കാലത്ത് നമ്മൾ വിജയിച്ചാലോ, ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ എന്തെങ്കിലും ജോലിയിലൊക്കെ പോകുമ്പോഴാണ് എനിക്ക് ഇത് വീഡിയോ തന്നെയാണ് എടുത്തിരുന്ന് അതിന് ഇരിക്കാൻ ടൈം കിട്ടില്ല. എന്നാൽ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും, എന്തിനാണ് നിർത്തേണ്ട ആവശ്യമില്ലല്ലോ, അതങ്ങനെ പോയിക്കോട്ടെ ചപ്പോരെ, അത് നിർത്തണോ, അത് തുടങ്ങിയത്. അതിലാണ് ഞാൻ പിന്നെ രണ്ടാമത് ഇങ്ങനെ തുടങ്ങുന്നത്. ഞാൻ പിന്നെ പോകൽ തുടങ്ങിയാൽ നമുക്ക് ഞാൻ തിരിഞ്ഞു നോക്കാറില്ല ഇങ്ങോട്ടോ. പിന്നെ അങ്ങനെ ചടപ്പിച്ചു. പിന്നെ ആവശ്യത്തില് ക്യാഷും കയ്യിൽ കിട്ടി തുടങ്ങി. പിന്നെ അതിമക്ക് വല്ലാതെ വന്നിട്ടില്ല. പിന്നെ നമുക്ക് ക്യാഷ് കിട്ടുമ്പോ പിന്നെ അത്ര വരൂലല്ലോ. അപ്പൊ നമ്മളെ വിറകടുപ്പത്ത് കഞ്ഞി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാവന് ജിതുമോന് പറഞ്ഞു എനിക്ക് മുട്ട വേണം, എനിക്ക് എന്നും തീങ്ങി കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് ആർക്കും ആവശ്യമില്ല, ചിലപ്പോൾ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പൊ ഇന്ന് കഴിക്കൂടെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ വെറുതെ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാനിന്ന് അഴിമക്കൊന്നും പോയിട്ടില്ല. അപ്പൊ ജിതുമോന് എന്ത് ചെയ്തു, അപ്പൊ ഓന് മുട്ട വേണം പറഞ്ഞപ്പോ അങ്ങനെ തീങ്ങി കൊടുക്കണ്ട. അപ്പൊ ഞാനിതാ ജീരകക്കഞ്ഞി ജീരകക്കഞ്ഞിയൊക്കെ തളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതവിടെ കടന്ന് ഇങ്ങനെ വെന്തോളില്ല. അപ്പൊ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഞാൻ മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഒരു ചെറിയൊരു തേങ്ങ, ഒരു 1.5 മൂടി തേങ്ങ ഉണ്ടാവും ഏതായാലും. അതൊക്കെ ചിരകിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം 2-3 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പൂണിൽ ഒരു 3 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമുക്ക് അരച്ചിട്ട് കൊണ്ടുവരാം. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണം ഞാൻ പല വീഡിയോയിലായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുള്ളതാട്ടോ. അപ്പൊ ഇനി ഇതിങ്ങനെ എടുത്തെടുത്ത് പറയണം. അപ്പൊ എനിക്ക് ആവശ്യത്തിലേറെ ജീവിതത്തിൽ കിട്ടിയത് മുഴുവനും ടെൻഷനാണ്. അപ്പൊ ആ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞ് പോയി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ മനസ്സൊന്ന് ബിസി ആക്കിയിടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പിന്നെ വരുമാനം അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷെ പെട്ടെന്ന് കിട്ടൂല എന്ന് ഏതായാലും മനസ്സിലായിട്ടുണ്ടല്ലോ. നമ്മള് കഷ്ടപ്പെടില്ല, അതിനുള്ള ഫലം പിന്നത്തേക്ക് എന്തെങ്കിലും കിട്ടൂല എന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാന് തേങ്ങ അരച്ചിട്ടുണ്ട്. അപ്പൊ തേങ്ങന്റെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട. അപ്പൊ പുറത്തുനിന്ന് ഞാൻ ആ കഞ്ഞിക്ക് ഇവിടെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നീ കുറച്ചൊക്കെ അത് കുറുകിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചൊക്കെ വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചിട്ട് നമുക്കത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് കുടിക്കട്ടോ. കുടിക്കാനായിട്ടല്ലോ അതിന്റെ ഇടയിലൊന്ന് നെയ്യിലൊന്ന് വറവിടണം കേട്ടോ. നെയ്യും വെളിച്ചെണ്ണയൊക്കെ കൂട്ടിയിട്ട് വറവിടണം. ഞാൻ അതവിടെ കടന്ന് തിളക്കട്ടെ. ജീരകം തേങ്ങ ഇട്ടതുകൊണ്ട് തുള്ളിയാർക്ക് മതി. പക്ഷെ നല്ല ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഒന്ന് ഇതിൽ കിടന്നൊന്ന് വേവണം. അപ്പൊ അതൊന്നും വേവട്ടെ കേട്ടോ. നമുക്ക് ഇത് ഓഫാക്കിയെടുക്കാം. അപ്പൊ ഇവിടെ ഉമ്മാക്കൊന്നും വലിയൊരു ഇഷ്ടം ചെയ്യട്ടോ. ഒന്നാമത് മതത്തിനെ പേടിച്ചിട്ട്, നമ്മളെ മതം പേടിച്ചിട്ട് ഇത് എന്താകാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഉമ്മാക്കൊന്നും ഇഷ്ടമല്ലാത്തത് ഇത് കേട്ടോ. അപ്പൊ ഞാൻ തുടങ്ങാൻ കാരണം തന്നെ ഉസ്താദിന്റെ വേല കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വേലതിനനുസരിച്ച് അപ്പൊ നിങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വീടിന്റെ മുമ്പിൽ വന്നോളി. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്തോളി. നല്ല കാര്യങ്ങൾ നിങ്ങൾക്കും ചെയ്യാ, നല്ലതാവണം. വെറുതെ അങ്ങനെ വീടിന്റെ മുമ്പിൽ വന്നിട്ടുള്ള കാര്യമില്ല എന്ന് ഉസ്താദിന്റെ ഒക്കെ ഓരോരോ പ്രസംഗമൊക്കെ കേട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. അപ്പൊ ഞാൻ ഈ കഞ്ഞി വറവിടാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചൂടായ ചട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും നെയ്യും ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറിയൊരു സവാള കട്ട് ചെയ്തെടുക്കണം. ആ സവാള കട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇത് നമുക്ക് കഞ്ഞിക്ക് ഇട്ടെടുക്കട്ടെ. അപ്പൊ അങ്ങനെ കഞ്ഞി തൂമിച്ചെടുത്തിട്ട് തൂമിച്ചെടുക്കണം. അപ്പൊ അത് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് തന്നെ നല്ലതാണ്. ജീരകം ഉലുവയൊക്കെ ചേർത്തിട്ടുള്ള കഞ്ഞി അപ്പൊ നല്ലതാണ്. അപ്പം ശരീരത്തിന് നമുക്ക് വേണ്ടത്ര ഇതൊക്കെ എല്ലാ കാര്യത്തിനൊക്കെ നല്ലതാണ്. ഉലുവയും ചെറുപയർ അപ്പൊ ഞാൻ അത് അധികം ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഉലുവയും ചെറുപയർ അപ്പൊ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ പിന്നെ ചേർത്ത് കൊടുത്താൽ പിന്നെ ആരും കുടിക്കില്ലെങ്കിൽ വിചാരിച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് ചട്ടിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ കഞ്ഞി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പാത്രത്തിൽ ഉപ്പൊക്കെ ചേർത്തിട്ട് കുടിക്കട്ടോ. അപ്പൊ ഞാൻ അതിലേക്ക് ഒന്നായിട്ടൊന്ന് ഉപ്പിട്ട് വെക്കില്ല കേട്ടോ. വെറുതെ ഞാൻ നാശാക്കണ്ടല്ലോ. ആവശ്യത്തിന് ഇതിങ്ങനെ വേണ്ടപ്പോ കുടിക്കാലോ. അങ്ങനെയാണ്. അപ്പൊ ഇന്ന് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പൊ നീ തന്നെ മതി. അപ്പൊ നീ ആവശ്യത്തിന് ഇങ്ങനെ വേണ്ടുമ്പോ എടുത്ത് കുടിക്കാലോ. അപ്പൊ അത് ആയ സമയം ഒരു 9 മണിക്ക് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ നീ പറഞ്ഞു വരുന്നത് എന്താ, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എല്ലാവർക്കും ഇഷ്ടമല്ല കാര്യം. എന്റെ കുടുംബത്തിലും എല്ലാവർക്കും ഇഷ്ടമായി. സുഹൃത്തിനും
പിന്നെ അധികം ആൾക്കും ഇന്നെ കൊണ്ട് എന്താണ് യൂട്യൂബില് വീഡിയോ കാണാത്ത അങ്ങനെ ചോദിക്കും, ഇപ്പൊ വീഡിയോ ഉണ്ടാവില്ല എന്താ ഇടാത്തെന്നൊക്കെ ചോദിക്കാറുണ്ടായിട്ട്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ചിലർ പിന്നെ അതിന് ഓരോ ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ യൂട്യൂബ് തുടങ്ങണ്ടെന്നോ പിന്നെ അതൊന്നും ഈ നമ്മളെ ഇതിൽ പാടില്ല അതൊന്നും ഒരു കിതാബില് ഏതെങ്കിലും കിതാബില് പറഞ്ഞിരിക്കണോ. ഞാൻ ഉസ്താദിന്റെ വേല കേട്ടു. പിന്നെ പ്രത്യേകിച്ച് എന്താ ഒരു പറ്റൂല എന്ന് പറയല്ലേ, കാരണം എന്താ ചാനലില് അതിൽ വരുന്ന പരസ്യം ഉണ്ടാകുമല്ലോ, ആ പരസ്യത്തിൽ നിന്ന് കിട്ടുന്ന പൈസയാകും. അതിന് എന്താണ് സ്ത്രീകൾക്ക് എന്താ മുഴുവനായിട്ടുള്ള ഡ്രസ്സ് ഉണ്ടാകൂല. അപ്പൊ ആ ഒരു പൈസയൊക്കെ ചിലപ്പോ അത് ഇങ്ങനെ അവർക്ക് മറിച്ച് സ്ത്രീകളാവില്ല. അപ്പൊ അതിൽ ആ പൈസ വരുമ്പോഴാണ് അത് ഹറാമാണെന്നൊക്കെ എന്താണ് അവരെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അത് അങ്ങനെയാ വരുള്ളൂ. അവർ പഠിച്ചിട്ടുള്ളതാണ്, നമ്മൾ അത്രക്കാട് പഠിച്ചിട്ടില്ല. അപ്പോൾ എത്ര മുസ്ലിം സ്ത്രീകൾ യൂട്യൂബ് തുടങ്ങുന്നുണ്ട്. അവരെ കുടുംബത്തിൽ പ്രശ്നം എല്ലാവരും ഉണ്ടാകും, ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും. എന്താണ് നല്ല രീതിയിൽ തന്നെയാണ് യൂട്യൂബ് തുടങ്ങി അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ യൂട്യൂബ് വേണ്ടാതൊന്നും അവിടെ പറയേണ്ട ആവശ്യമില്ല. പൈസ പിന്നെ എന്താണ് അതിനനുസരിച്ച് പിന്നെ കിട്ടുമ്പോൾ കിട്ടട്ടെ, അപ്പൊ അത് അതിന്റെ വഴിക്ക് പോകും. നമ്മൾ പിന്നെ ഓരോ വിഭാഗത്ത് എടുക്കുമ്പോഴും ഒക്കെ നമുക്ക് ഇവിടുന്ന് കൂലിയൊന്നും കിട്ടണില്ലല്ലോ. അപ്പൊ പരലോകത്തിൽ അപ്പൊ എന്തെങ്കിലും ഒരിക്കതിന്റെ റിസൾട്ട് ഒന്നും അള്ളാഹു തരാതെ നിൽക്കൂല. നമ്മൾ നല്ല കാര്യങ്ങൾ നിങ്ങളായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ കഞ്ഞി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഇങ്ങനെ മാറ്റിയിരിക്കുന്നുണ്ട് കൊടുക്കാൻ വേണ്ടി. എന്താണ് കഷ്ടപ്പെടണം. അപ്പൊ ഒരു സംഗതി തുടങ്ങുമ്പോൾ വണ്ടി എന്താണ് ഓടി വന്നിട്ട് തന്നെ പൈസ വരുന്നൊന്നും അറിയില്ല. അപ്പൊ കുറച്ച് കഷ്ടപ്പാടുണ്ട്. അപ്പൊ കഷ്ടപ്പെട്ടതിന്റെ റിസൾട്ട് പിന്നെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ് കഥകൾ. പിന്നെ എന്താ പറയാനുള്ളത് വെച്ചാല് നമ്മുടെ നാവ് നിയന്ത്രിക്കുന്നത് എന്താണ് വലിയ ഒരു ആരാധനയായിട്ട്. ദേഷ്യം വരുമ്പോൾ നമ്മൾ അതൊക്കെ വിളിച്ചറിയുമ്പോൾ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് പറയും. അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവമാണ്. അത് സ്വാഭാവികമായിട്ടും ചിലർ പറയും എന്താണ് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്തപ്പോൾ. അതൊക്കെ നല്ല കാര്യങ്ങൾ പങ്കുവെക്കാനുള്ള നമ്മുടെ അവകാശം ഞാൻ ആർക്കും അടിയറ വെക്കരുത്. നല്ല വാക്കുകൾ മാത്രം ഉപയോഗിക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പൊ വീഡിയോ കണ്ടതിന് നന്ദി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണ് അത് നിങ്ങൾ കമന്റായിട്ട് അറിയിക്കാൻ അതിനനുസരിച്ച് അടിപൊളി വീഡിയോ ഞാൻ വീഡിയോ എത്തിയിരിക്കും. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. താങ്ക് യു.